ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. എപ്പോഴും ഷോർട്സ് ആയിട്ടല്ല ഇടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇപ്രാവശ്യം അതൊരു ലോങ് വീഡിയോ ആക്കാമെന്ന്. ഒരു കല്യാണത്തിന് പോവുകയാണ് കേട്ടോ. വ്യാഴാഴ്ചയായിരുന്നു കല്യാണം. അപ്പോൾ മേമാട് അവിടെ നിന്ന് എല്ലാവരുമായിട്ടാണ് പോകുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ഷിനാജും ഉമ്മയൊന്നും ഇല്ല. ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ഗെറ്റ് റെഡിയിൽ കാണിക്കുന്ന സെയിം സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഇതിലും കാണിക്കുന്നത്. ഞാൻ അങ്ങനെ എല്ലായിടത്തും പോകുമ്പോൾ മേക്കപ്പ് ഇടുന്ന ഒരാളല്ല. അതായത് ഇപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ പോലും ജസ്റ്റ് മോയ്സ്ചറൈസർ ഇടും, ലിപ്സ്റ്റിക്ക് ഇടും. എന്തിട്ടില്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് മസ്റ്റായിട്ട് ഇടും. പിന്നെ ഇങ്ങനെയുള്ള കല്യാണം ഫംഗ്ഷൻ അതിനൊക്കെ പോകുമ്പോഴേ കുറച്ചുകൂടെ ഓവറായിട്ട് മേക്കപ്പ് ഇടത്തുള്ളൂ. എനിക്കെന്തോ മേക്കപ്പ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ഒന്ന് കഴുകി കളഞ്ഞാൽ മതി എന്നുള്ളൊരു മൈൻഡാണ്. അതൊന്ന് കഴുകി ഫേസ് ക്ലീൻ ചെയ്യുമ്പോഴായിരിക്കും ഒരു സമാധാനമാവുന്നത്. എന്താണെന്നറിയത്തില്ല. അങ്ങനെ അതേ ഫേസൊക്കെ നല്ലോണം വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 1.5 വർഷമായെന്ന് തോന്നുന്നു കേട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ ഒരു 3-4 ടിന്നിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞ്. ഇതിപ്പോൾ കഴിയാനായിട്ടുണ്ട്, വേറെ ഇനി വാങ്ങണം. ആള് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, എന്താ ചെയ്യുക. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി ചെയ്തിട്ട് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ക്രീനാണ് ഇടാൻ പോകുന്നത്. കുറേ നാൾക്ക് ശേഷം വാങ്ങിച്ചാണ് കേട്ടോ, അക്വലോജിക്കാൻ്റെ. കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ച് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരുന്നൊരു സൺസ്ക്രീൻ ആയിരുന്നു കേട്ടോ. അത് ഫൈനലി വാങ്ങി. ഇതിപ്പം എനിക്കൊന്ന് യൂസ് ചെയ്യാതെ വെച്ചത് കൊണ്ടായിരിക്കും അത് കട്ട പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വരുന്നില്ലായിരുന്നു. പിന്നെ ഞാനത് ഊരിയിട്ട് ഫേസ് ഫുള്ള് തേച്ച്. ഇത് വാങ്ങിച്ചിട്ട് എനിക്കൊന്ന് ആകെ ഒരു പ്രാവശ്യം എന്തോ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ എവിടെയും പോകേണ്ടി വന്നില്ല, വെയിലത്ത് അങ്ങനെ പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇടാതെ അവിടെ അങ്ങനെ വെച്ചിരുന്ന്. എന്തോ കാറ്റുകയറി സംഭവം കട്ട പിടിച്ചതാണ്. ഈ ഷാൾ ഇട്ടിട്ടാണെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. തലയിൽ കിടക്കുന്ന തന്നെ ഇല്ലായിരുന്നു. അതിൽ ഓവർ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇട്ട് ശരി. മഴയാണെങ്കിൽ പോലും സൺസ്ക്രീൻ കുറച്ചധികം ഇട്ട് കൊടുക്കാം, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഈ ഷാളിട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജലദോഷം വന്ന് പോയി കഴിഞ്ഞപ്പോൾ തൊട്ട് സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. തൊണ്ടയിടപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വർത്താനം പറയുമ്പോൾ പതറിപ്പോവും, അല്ല ഇടറിപ്പോവും. കണ്ടോ, സൺസ്ക്രീൻ ഫുൾ ഇട്ട് കൊടുത്തു. അങ്ങനെ അതേ സൺസ്ക്രീൻ കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് കൺസീലർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ എല്ലാ ഗെറ്റ് റെഡിയിലും പറയാറുണ്ട് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യത്തില്ല. എനിക്ക് ഫൗണ്ടേഷൻ അത്ര ഇഷ്ടമില്ലാത്ത വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. കറക്റ്റ് ഷെയ്ഡ് ഒരിക്കലും കിട്ടാറില്ല. ഞാൻ കൂടുതൽ ഓൺലൈനായിട്ടാണ് മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങുന്നത്. അങ്ങനെ ഷോപ്പിൽ പോയി വാങ്ങാറില്ല. ഓൺലൈൻ വാങ്ങുമ്പോൾ നമുക്ക് ഓഫറിൽ റേറ്റ് കുറച്ച് കിട്ടുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ എപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ വാങ്ങിയാലും കറക്റ്റ് ഷെയ്ഡ് കിട്ടാറില്ല. ഇതെന്തോ ഭാഗ്യത്തിന് കൺസീലർ ആ ഒരു കറക്റ്റ് ഷെയ്ഡിൽ കിട്ടിയതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഫേസിൽ ഫുൾ ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതെനിക്ക് തോന്നുന്നു 3-ാമത്തെയോ 4-ാമത്തെയോ പർച്ചേസാണ് തീർന്നിട്ട് ഞാൻ വാങ്ങുന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇത് എൻ്റെ രീതിയിലുള്ള എൻ്റേത് മാത്രമായിട്ടുള്ളൊരു മേക്കപ്പ് സ്റ്റൈലാണ് കേട്ടോ. അത്ര പ്രോപ്പറായിട്ട് മേക്കപ്പ് ചെയ്യാൻ അറിയുന്ന ഒരാളൊന്നും അല്ല. എൻ്റെ രീതി എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാവരും ചിലപ്പം ഇങ്ങനെ ആയിരിക്കത്തില്ല ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ട് വേണേൽ പറയും അയ്യേ ഇതിങ്ങനെയല്ലേ ചെയ്യുന്നതെന്ന്. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ ചെയ്തു പോവാണ് കേട്ടോ. അങ്ങനെ അതേ കൺസീലർ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൺസീലർ ഇൻസൈറ്റിൻ്റെ ആണ് കേട്ടോ. പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. കാരണം ചില സമയത്ത് ലിങ്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ഭയങ്കര എററെന്ന് കാണിക്കും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. അങ്ങനെ അതേ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് ലാക്മേയുടെ ലൂമി ക്രീമാണ് കേട്ടോ. എന്തിട്ട് കൊടുക്കാൻ ഞാൻ മറന്നാലും ഇതിടാൻ ഞാൻ ഒരിക്കലും മറക്കാറില്ല. കാരണം അത്രക്കും അടിപൊളി പ്രൊഡക്റ്റാണ്. ഞാൻ എല്ലാവരോടും പറയും മസ്റ്റായിട്ട് വാങ്ങണമെന്ന്. കാരണം നല്ല കിടിലൻ സാധനമാണ് കേട്ടോ. കാര്യമില്ലാണ്ട് നമ്മളിങ്ങനെ വെറുതെ പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ശരിക്കും എനിക്ക് വർക്കായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഞാൻ കുറച്ച് നാളായി കേട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പം ഞാൻ ഇതിൽ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും ഓൾമോസ്റ്റ് കുറച്ചായി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. തീരുമ്പോൾ അങ്ങനെ റീസ്റ്റോക്ക് ചെയ്യും. പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ബ്രാൻഡ് മാറ്റി മേടിക്കണമെന്ന് തോന്നുമ്പോൾ അങ്ങനെ മാറ്റി വാങ്ങും. അങ്ങനെയാണ്. ഈ ലൂമി ക്രീമിന് അത്ര ഓവർ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് തന്നെ ഉള്ളൂ. 200 സംതിങ് എന്തോ ആണ്. ഞാൻ വാങ്ങാൻ നേരം 299 ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ അതിന് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്ലിപ്കാർട്ടിലും പർപ്പിളിലും ഒക്കെ നോക്കിയാൽ മതി. നല്ല ഓഫറിൽ റേറ്റ് കുറവിൽ നിങ്ങൾക്ക് കിട്ടും. നല്ലൊരു പിങ്കിഷ് കളറാണ് കേട്ടോ. ഇത് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നല്ലൊരു ഗ്ലോ കിട്ടും. ഇനിയിപ്പോൾ മേക്കപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ മടിയുള്ള ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഫേസ് നല്ല കിടിലനായിട്ട് നിൽക്കും. മോയ്സ്ചറൈസർ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അത് മസ്റ്റായിട്ട് നമ്മൾ ഫേസിൽ യൂസ് ആക്കേണ്ട ഒരു സാധനമാണ്. ആ ക്രീം ഇട്ടപ്പോൾ തന്നെ ഒരു ഗ്ലേസിങ് ഉണ്ട് ഫേസിൽ. ഇവിടെ പലവരും ബാക്ക്ഗ്രൗണ്ടിൽ ഗൈസ് എൻ്റെ സാധനങ്ങൾ അടിച്ച് മാറ്റി റെഡിയാവുന്നുണ്ട്. വേറെ ഒന്നും വേണ്ട, ഇപ്പം ഇട്ട ഒറ്റൊരു സാധനം മതി ഫേസ് അടിപൊളിയായിട്ട് നിൽക്കാൻ. നല്ലൊരു ഗ്ലേസിങ് കിട്ടും.
ആദ്യ ടൈമിലൊക്കെ ഞാൻ മേക്കപ്പ് സ്പഞ്ച് യൂസ് ആക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് ഒഴിവാക്കി. കാരണം ഫേസിൽ അതുകൊണ്ട് ഡാബ് ചെയ്താൽ പകുതി പ്രൊഡക്റ്റും അതിലിരിക്കുന്നുണ്ട്. കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അതായിരിക്കും നല്ലതും നമുക്ക്. അങ്ങനെ ലൂമി ക്രീം ഇട്ട് കഴിഞ്ഞിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാണ് കേട്ടോ. എൻ്റെ കുറേ വീഡിയോസിൽ ഇങ്ങനെ കമൻറ്റ്സ് വരാറുണ്ട്, ഐബ്രോസ് ഒട്ടുമില്ല, നല്ല രീതിക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ കുറച്ച് ഞാനൊന്ന് ടച്ചപ്പ് ചെയ്താലും ഒരുമാതിരി കുഞ്ഞു പിള്ളേർക്ക് പിരിക എഴുതുന്ന കണക്കിരിക്കും എൻ്റെ ഫേസ്. പിള്ളേച്ചനെ പോലെ ആയ പിരികം എഴുതിയിട്ട് പിരികം കുറവാണെന്ന് എഴുതിയാല അങ്ങനെ വടിപ്പിള്ളേരെ പോലെ ഇരിക്കും. ഞാൻ ഇതിൽ നോക്കിയിട്ടൊന്ന് ടച്ചപ്പ് ചെയ്യട്ടെ. പിന്നെ ഐബ്രോ പെൻസിലിൻ്റെ ലിങ്ക് ആരും ചോദിക്കരുത് കേട്ടോ. അത് ഞാനൊരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. എന്തോ 15 രൂപ എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരുപാട് പൈസ അങ്ങനെ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങാൻ കളയുന്ന ഒരാളല്ല. എനിക്ക് വേണമെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ. ലിപ്സ്റ്റിക് ആണെങ്കിൽ പോലും എപ്പോഴും വാങ്ങാൻ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ, ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ട്. അങ്ങനെ ഈ ഇടയ്ക്ക് ഞാൻ വാങ്ങിച്ചാണ് ആ മാഴ്സിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക്. പിന്നെ ഡാസ്ലറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിനെന്തോ 80 രൂപ ഉള്ളൂ. ലിപ്സ്റ്റിക്കിനോട് എന്തോ ഈയിടെയായിട്ടൊരു ക്രേസ് ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 1, 2, 3 വേറെ നോക്കി വെച്ചിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ അതൊക്കെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കണം. ഇനി വൈറ്റ് ടോണിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. വൈറ്റ് ടോണിൻ്റെ ക്രീം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വെച്ചിട്ട് അവിടെ വെച്ച് മറന്ന് ഇങ്ങോട്ട് വന്നു. അപ്പോൾ എൻ്റെ വീട്ടിലെ സാധനം ഇനി ഒരെണ്ണം വാങ്ങിക്കണം. എനിക്ക് ഈ പിരിക എഴുതിയത് ഇഷ്ടമായില്ല. എന്താ ഇത്, അംഗനവാടി പിള്ളേരെ പോലെ ഇല്ലേ. വൈറ്റ് ടോണിൻ്റെ ക്രീം ഇവിടെ ഇല്ല, അപ്പോൾ വൈറ്റ് ടോണിൻ്റെ പൗഡർ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സംഭവം നൈസാട്ടോ, ക്രീമും പൗഡറൊക്കെ നൈസാണ്. ഇതിൻ്റെ പാക്കേജിങ് നോക്കിയാൽ നല്ല രസമില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുപ്പിയിലാണ്. കുറച്ച് മതി. പൗഡർ പൊതുവേ ഇടുന്നത് എനിക്കത്ര ഇഷ്ടമല്ല, എന്നാലും കുറച്ച് ഇടാം. ഈ ലൂമി ക്രീം പോലെ തന്നെ ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്ത വേറൊരു സാധനമാണ് കേട്ടോ ഈ വൈറ്റ് ടോണിൻ്റെ ക്രീം. ഇതും ഞാൻ എൻ്റെ ഗെറ്റ് റെഡിയിൽ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം. എന്നാലും ഞാൻ പറയുവാണ്, വൈറ്റ് ടോണിൻ്റെ ക്രീമും അടിപൊളിയാണ്. ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഫേസ് നല്ലോണം ബ്രൈറ്റായിട്ട് നിൽക്കും. നമ്മൾ പുട്ടിയടിച്ച പോലെ അല്ല, സാധാ നല്ലൊരു ഭംഗിയിലുള്ള ഒരു ബ്രൈറ്റായിട്ട് നിൽക്കും കേട്ടോ നമ്മുടെ ഫേസ്. ഈ ലൂമി ക്രീം പോലെ തന്നെ എക്സാക്റ്റ് ആ ഒരു കറക്റ്റ് ഇതിലൊക്കെ തന്നെയാണ് കേട്ടോ വൈറ്റ് ടോണിൻ്റെ ക്രീമും. ഒരു പിങ്ക് കളർ വന്നിട്ട് നല്ലൊരു തിളക്കാണ് ഫേസിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും. ഞാൻ പറഞ്ഞ റിവ്യൂ കേട്ടിട്ട് ആരെങ്കിലും വൈറ്റ് ടോണിൻ്റെ ക്രീം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഫോണിനൊരു ചരിവുണ്ട്, ട്രൈപോഡിൻ്റെ കാലൊരെണ്ണം ഒടിഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ ആരും മൈൻഡ് ആക്കണ്ട. ഇതെന്താ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ശരീരം. കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുക്കട്ടെ. ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിച്ചാണ് കേട്ടോ. എത്ര 45, 49 ആ ഒരു റേറ്റേ ഉള്ളൂ. ഓൺലൈനായിട്ട് മേക്കപ്പ് പ്രോഡക്റ്റ്സ് വാങ്ങുമ്പോഴത്തേക്കും എനിക്ക് വാങ്ങാൻ ഏറ്റവും പേടിയുള്ള 2 സാധനം ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷനുമാണ് കേട്ടോ. കാരണം രണ്ടും നമ്മുടെ കറക്റ്റ് സ്കിൻ ടോണിനനുസരിച്ചിട്ടുള്ള ഷെയ്ഡ് കിട്ടിയില്ലെങ്കിൽ പണിപാളും, പൈസ പോകും. അതുകൊണ്ടാണ് കൂടുതലും ഞാൻ ഫൗണ്ടേഷൻ ഓൺലൈനായിട്ട് വാങ്ങാത്തത്. ലിപ്സ്റ്റിക്ക് അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാനങ്ങനെ ഒരുപാട് പൈസ കൊടുത്ത് ഒന്നും വാങ്ങുന്ന ഒരാളല്ല. വാങ്ങിച്ചിട്ട് പിന്നെ ഷെയ്ഡ് കറക്റ്റ് ആയില്ലെങ്കിൽ പൈസ വെറുതെ പോകത്തില്ല. നമ്മൾ മേക്കപ്പ് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ അടിക്കാനുള്ള ഓപ്ഷൻ കാണത്തില്ല ചില ആപ്പുകളിൽ. അങ്ങനെ ഇൻസ്റ്റയിൽ സ്ഥിരമായിട്ട് ഞാൻ ഈ ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂസ് ഇങ്ങനെ റീൽസ് കണ്ടിട്ട് ഞാൻ അങ്ങനെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചാണ് കേട്ടോ. പക്ഷേ ഷെയ്ഡ് എനിക്ക് അത്ര കറക്റ്റ് അല്ല. പിന്നെ മിക്സ് ചെയ്തിട്ട് ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ മുന്നോട്ട് പോകുവാണ്. ഇത് സംഭവം ഞാൻ ഒഴിവാക്കാനിരുന്നത്, പക്ഷേ ഇതിൽ കുറച്ചും കൂടെ ഉണ്ട്. അത് തീർന്നിട്ട് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ. മാഴ്സിൻ്റെ ഗേൾ പവർ എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ നല്ല കളറായിരുന്നു, പക്ഷേ എനിക്ക് ഇട്ടിട്ട് ഒരു ഓറഞ്ച് കളർ. അതുകൊണ്ട് ഞാൻ ഡാസ്ലറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നത്. ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക് എൻ്റെ ചുണ്ട് കറുക്കാൻ ഒരു കാരണമാകുന്നത് കൊണ്ട് തന്നെ ഞാനത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പക്ഷേ കുറച്ചുകൂടെ സംഭവം അതിലുണ്ട് ലിപ്സ്റ്റിക്ക്. അതുകൂടെ തീർന്നിട്ട് വേണം ഡാസ്ലർ ഒഴിവാക്കാൻ. അറിയാത്ത ആള് എൻ്റെ പല സാധനങ്ങളും എടുത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് പണിയുന്നുണ്ട്. ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ പൊന്നോ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് ഓരോ സാധനങ്ങൾ എടുത്ത് തേക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിട്ടപ്പം അത്യാവശ്യം നല്ലൊരു ഷെയ്ഡ് കിട്ടി. മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്ക് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻസിൽ അറിയിക്കുക. ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് തന്നെ ഒരുമാതിരി, അതുകൊണ്ട് ഞാൻ പോയി മുടി കെട്ടിയിട്ട് പെട്ടെന്ന് വരാം. ഭയങ്കര സിമ്പിളും ഹമ്പിളുമായിട്ട് ഞാൻ മുടി കെട്ടി. ഇനി 2 തുമ്പ് ഫ്രണ്ടിലോട്ട് ഇടുക. അതോടെ പരിപാടി കഴിഞ്ഞ് മുമ്പത്തെ ഫേസും ഇപ്പോഴത്തെ ഫേസും കൂടെ നിങ്ങൾ നോക്കിയാൽ ഡിഫറൻസ് മനസ്സിലാവും. ഇതാണ് എൻ്റെ ഈ മുടിയുടെ രഹസ്യം. ഫേസിൽ വണ്ണമുള്ളവർക്ക് ഇങ്ങനെ ഇട്ടാലും നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു സമാധാനം. ഞാൻ ബാക്കി ചെയ്യട്ടെ. ഈ ബ്ലഷ് ഇടണം, കണ്ണെഴുതണം, അതോടുകൂടി പരിപാടി കഴിഞ്ഞു. അപ്പം ഞാൻ കണ്ണെഴുതട്ടെ. കണ്ണെഴുതുന്ന ഞാൻ ടാസ്ക്. എനിക്ക് മിററിൽ നോക്കി തന്നെ എഴുതാൻ അറിയത്തുള്ളൂ. ശ്രമിക്കാം. ഐഷാഡോ, മസ്കാരോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് ഐലൈനർ ഉള്ളി.
അങ്ങനെ ഞാൻ പോയി മുടി കെട്ടിയിട്ട് വന്നു കേട്ടോ. ഈ ഒരു ഹെയർ സ്റ്റൈൽ തന്നെ എനിക്ക് എപ്പോഴും ചേരത്തുള്ളൂ. എൻ്റെ ഫേസിന് വണ്ണം ഉള്ളതുകൊണ്ട് വേറെ ഏത് കിട്ടിയാലും ഭംഗി ഉണ്ടാകത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ പിടിച്ച് നിൽക്കുന്നത്. അങ്ങനത്തെ ഐലൈനർ എഴുതി കൊടുക്കുകയാണ്. ഐലൈനറും ബ്രാൻഡും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മുടെ സാധാ ലോക്കൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ആ സെയിം ഐലൈനർ തന്നെയാണ് കേട്ടോ ഞാനും യൂസ് ആക്കുന്നത്. എടുക്കാൻ സമ്മതിക്കുന്നില്ല ഗൈസ്, ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് മേക്കപ്പ് ഇപ്പോൾ കഷ്ടപ്പെട്ട് ചെയ്തതൊക്കെ ഈ ഐലൈനർ കൊളാക്കും. സെറ്റായി വരുന്നുണ്ട് ഇങ്ങനെ എഴുതിയിട്ട്. ഇനിയിപ്പോൾ അടിയിൽ എഴുതുമ്പോഴായിരിക്കും ഒന്നുകൂടെ ടാസ്ക്. താഴത്ത് എഴുതണമെങ്കിൽ എന്ത് ചെയ്യും? താഴത്ത് എഴുതിയില്ലെങ്കിലേ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന പോലെ ഇരിക്കും. അല്ലെങ്കിൽ പനി പിടിക്കുമ്പോൾ നമ്മുടെ ഫേസില്ലേ അതുപോലെ ഇരിക്കും. ഫോണിന് ഇപ്പോഴും ചരിവുണ്ട്, അതാരും മൈൻഡ് ആക്കണ്ട. ട്രൈപോഡ് വികലാംഗനായതുകൊണ്ടാണ് ഒരു ചെറിയ ചരിവ്. നമുക്ക് സെറ്റാക്കാം. എന്താകുമോ എന്തോ, കണ്ണിൻ്റെ ഉള്ളിൽ പോയി തീറും. ഇതെന്താ മുട്ടാത്തത്? പൊന്നുമാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ ഓരോ അടക്കങ്ങൾ പറയുന്നത്. ഞാൻ വർത്താനം പറയുമ്പോൾ അവൾ എന്നെ കളിയാക്കി നിന്ന് ഓരോന്നൊക്കെ പറയുവാണ്. അപ്പോൾ അത് ഐലൈനർ എഴുതി കൊടുക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഫോണിൽ നോക്കിയിട്ട് ഐലൈനർ എഴുതുന്നത്. എനിക്കങ്ങനെ കണ്ണാടി തന്നെ വേണം കണ്ണെഴുതണമെങ്കിൽ. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഫോണിൽ നോക്കി സക്സസ് ആയിട്ട് ഞാൻ കണ്ണെഴുതി. ഇതാണ് സഹിക്കാൻ പറ്റാത്തത്. ഇനി ഇതിങ്ങനെ തുടച്ച് ടൈം പോകും. ഒറ്റക്കണ്ണിലെഴുതി വല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെയാണ്. ഇതാണ് വീഡിയോ എടുക്കാൻ ഞാൻ മടിക്കുന്നത്. പല വീഡിയോസല്ല, എല്ലാ വീഡിയോസിന് മുന്നിലും ഇതുപോലെ ഓരോ കഷ്ടപ്പാടുണ്ട്. ഞാൻ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് വേറെ ആൾക്കാർ ഇടാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. ഒരാൾ അടിച്ചു മാറ്റി ഓൾറെഡി അതിൻ്റെ പിന്നെയും ഇട്ട് കഴിഞ്ഞ് അടുത്ത ആൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ബ്ലഷ് ഇട്ട് കൊടുക്കട്ടെ, അതോടെ പരിപാടി കഴിഞ്ഞു. ബ്ലഷ് ഇല്ല, അതുകൊണ്ട് ലിപ്സ്റ്റിക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ബ്ലഷ് എക്സ്പയറി കഴിഞ്ഞ് ഡേറ്റ് കഴിഞ്ഞു പോയി. ബ്ലഷ് ഞാൻ യൂസ് ആക്കിക്കൊണ്ടിരുന്നത് സ്മിട്ടണിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഏതോ കാലത്ത് സ്മിട്ടണിന്ന് അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിച്ചതാണ്. സംഭവം അത് എക്സ്പയറി കഴിഞ്ഞത് ഞാൻ അറിയാതെയും ഞാനതെടുത്ത് യൂസ് ചെയ്തായിരുന്നു. ഈ ഇടയ്ക്ക് ഞാൻ എന്തോ കാര്യത്തിന് എടുത്തപ്പോഴാണ് അതിൻ്റെ ഡേറ്റ് വെറുതെ നോക്കിയപ്പം അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞായിരുന്നു. പിന്നെ അതങ്ങനെ കളഞ്ഞു. അതുകൊണ്ട് ബ്ലഷ് എൻ്റെ കയ്യിൽ ഇല്ല, ഇനി വേറെ വാങ്ങണം. അതുകൊണ്ട് ലിപ്സ്റ്റിക് ഇട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഡാസ്ലറിൻ്റെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഡാസ്ലർ അത്ര നല്ല ലിപ്സ്റ്റിക് അല്ല, ഞാൻ പറഞ്ഞില്ല, ചുണ്ട് കറുപ്പിക്കാൻ ബെസ്റ്റാണ്. അതുപോലെ ഫേസിലിട്ട് എന്തെങ്കിലും ആകുവാന്ന് അറിയത്തില്ല, എന്നാലും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. കാണുന്ന നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, അയ്യേ ഈ പെണ്ണ് എന്തെന്നായി കാണിച്ചു കൂട്ടുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഇങ്ങനെയാണ്, ഫുള്ള് തട്ടിക്കൂട്ട് പരിപാടികളായിരിക്കും. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കുക. അതോടുകൂടി പരിപാടി കഴിയും. സെറ്റിംഗ് സ്പ്രേ അടിക്കാൻ മുടി ബാക്കിലോട്ടാക്കണം. എന്നിട്ട് നല്ലോണം ഷെയ്ക്ക് ചെയ്തിട്ട് വേണം കേട്ടോ അടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചീറ്റിയിരിക്കും. അതായത് എന്താ ഇപ്പോൾ സംഭവം, ഒരു ഇത് കിട്ടാണ്ട് ഒരുമാതിരി വൃത്തികേടായിട്ട് വരും. ഇത്രയും ഷെയ്ക്ക് ചെയ്തിട്ട് നോക്കിക്കോണേ, ചിലപ്പോൾ പാളിപ്പോവും സംഭവം. ജസ്റ്റ് ഒന്ന് എന്താ ഓക്കെ. ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. മേക്കപ്പ് നല്ലോണം ലാസ്റ്റ് ചെയ്യും ഇതടിച്ചാൽ. ഇത് ഇൻസൈറ്റിൻ്റെയാണ്. ഇത് ഞാൻ എൻ്റെ ഒരു കസിൻ്റെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ 2-3 സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നതാണ്. അവളത് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് തന്നതാണ്. ഞാൻ അടിച്ചു മാറ്റിയതല്ല, തന്നതാണ്. ഇതിനി ഒന്ന് സെറ്റ് ആവണം ഈ സെറ്റിംഗ് സ്പ്രേ. അപ്പോൾ എൻ്റെ സിമ്പിളും ഹമ്പിളുമായിട്ടുള്ള മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വാച്ച് ഇതാണ് കേട്ടോ. ഇത് കുറേ ഗെറ്റ് റെഡിയിൽ വീഡിയോ കണ്ടിട്ട് കുറേ പേര് എവിടെ നിന്നാണ് ഞാൻ ചോദിച്ച്. സംഭവം എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നെയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ എന്താ, ഡ്രസ്സ് വന്നിട്ട് രംഗോലിയുടെ ഡ്രസ്സാണ്. ഫുള്ള് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഇത് എൻ്റെ അനിയൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത് ഞാൻ കല്യാണത്തിന്. അപ്പം ഞാൻ ഇതായിരുന്നു ഇവിടുത്തെ രംഗോലിക്ക് ഇട്ടത്. ഫുള്ള് ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറെ ഒന്നും ഇട്ടിട്ടില്ല, മാല പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ചെയിൻ, വാച്ച്, കമ്മൽ ആണെങ്കിലും ഗോൾഡാണ് ഇട്ടിരിക്കുന്നത്. വേറെ ഒന്നും ഞാൻ ഇട്ടില്ല. ഭയങ്കര ഹെവി ആയിട്ടുള്ള കമ്മലിട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടതുകൊണ്ട് അങ്ങനെ റെഡി ആയി കഴിഞ്ഞു. ഇതാണ് എൻ്റെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ മേക്കപ്പ്. എന്താ എന്ത് സിമ്പിൾ ആൻഡ് ഹമ്പിൾ മേക്കപ്പ്? നീ എൻ്റെ പ്രൊഡക്റ്റിനെ കുറ്റം പറഞ്ഞില്ലേ, നിനക്ക് ഇട്ടായിരുന്നില്ല. ഈ ഡ്രസ്സ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. കുറേ വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ എന്നെ കണ്ടു കാണും. കുറേ വീഡിയോസിലല്ല, കുറേ കല്യാണത്തിന് അങ്ങനെയുള്ള പരിപാടിക്കൊക്കെയാണ് ഞാനിതിട്ട് മുതലാക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അനിയൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ അതാണ് ഇവിടുത്തെ പരിപാടിക്ക് ഇട്ടത്. എൻ്റെ ബ്രൈറ്റ് ടു ബിയുടെ ഡ്രസ്സും പിന്നെ ഇതൊക്കെ എനിക്ക് അവൻ വാങ്ങിച്ചു തന്നായിരുന്നു.
അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എൻ്റെ ഫുൾ ലുക്ക് കാണാം. ഭയങ്കര സിമ്പിളായിട്ട് മിനിമലായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. സമയമുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന്, അങ്ങനെ എടുത്തതാണ്. അപ്പോൾ എൻ്റെ മേക്കപ്പ് വീഡിയോ, അതായത് എൻ്റെ തട്ടിക്കൂട്ട് മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ഫുൾ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ കല്യാണത്തിന് പോണ വീഡിയോ ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഗെറ്റ് റെഡി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനി ടൈം കിട്ടത്തില്ല പറയാൻ, അതുകൊണ്ടാണ്.